വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും കൃപ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കൊയ്ത്തോളം വളരട്ടെ എന്നുള്ളതാണ്. അതിന് അടിസ്ഥാനമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 30-ാമത്തെ വാക്യം, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കളപറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളാക്കി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നാം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവഹിതപ്രകാരം അല്ലാതെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് എല്ലാ ലോകമോഹങ്ങളും ലൗകികമായ അനുഭവങ്ങളിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന വ്യക്തികൾ, ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹീതരായി മാറാറുണ്ടല്ലോ. എന്താണ് കാരണം? ഇത് നമ്മളെ ഒരുപക്ഷെ വളരെയധികം വലയ്ക്കുന്ന ഒരു ചോദ്യമായി നമ്മുടെ ആത്മീക ജീവിതത്തിൽ പലപ്പോഴും ഉയർന്ന് വരാറുണ്ട്. ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി ദൈവം തമ്പുരാൻ ഈ ഉപമയിലൂടെ നമുക്ക് നൽകുവാനായി ശ്രമിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. യേശു തമ്പുരാൻ പറഞ്ഞ വളരെ ഉപമകളുടെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഉപമകളുടെ കൂട്ടത്തിലെ ഒന്നാണ് നാം ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിഷയീഭവിപ്പിക്കുക. ഒരു മനുഷ്യൻ അവൻ വിത്ത് വിതയ്ക്കുന്നുണ്ട്. അവൻ വിതച്ചത് നല്ല വിത്ത്, നല്ല നിലത്താണ്. ആ വിത്ത് സ്വർഗരാജ്യത്തിൻ്റെ വാർത്തയാകുന്നു. എന്നാൽ ആ മനുഷ്യൻ തൻ്റെ നിലമൊരുക്കി നല്ല നിലത്ത് വിതച്ച വിത്തിൽ രാത്രിയിൽ ദുഷ്ടൻ വന്ന് കള വിതച്ചിട്ട് പോകുന്നുണ്ട്. നല്ല വിത്തും കളയും അതേ നിലത്ത്, നല്ല നിലത്ത് ഒരേപോലെ വളരുന്നുണ്ട്. ആ വിതയ്ക്കപ്പെട്ട നല്ല വിത്തിനും കളയ്ക്കും ഒരേപോലെയുള്ള അനുഭവങ്ങളാണ് ആ നല്ല നിലത്തിൽ ലഭിക്കുക. നല്ല നിലം, വളർക്കുള്ള മണ്ണ്, വെള്ളം, അനുകൂലമായ സാഹചര്യം, അങ്ങനെ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളിലും ഈ വിത്തുകൾ നല്ലതും തീയതും ഒരേപോലെ വളരുന്നുണ്ട്. അത് അതിൻ്റെ ഫലഭൂഷ്ടിയിൽ വളർന്ന് സമൃദ്ധിയായി വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആ വിത്തുകൾ നല്ലതും തീയതും വളർന്ന് സസ്യമാകുമ്പോൾ ആ യജമാനൻ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വിതച്ച നല്ല വിത്ത് മാത്രമല്ല ഇവിടെ വളർന്നു നിൽക്കുക, മറിച്ച് വളരെയധികം കളകൾ ഇതിൻ്റെ ഇടയിൽ വളർന്നു നിൽപ്പുണ്ട്. ഒരുപക്ഷേ ഞാൻ വിതച്ച വിത്തിനേക്കാൾ അധികം കളകൾ ഇവിടെ വളർന്നു നിൽപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട് കർഷകൻ. എന്നാൽ ആ കർഷകൻ ഒരിക്കലും തൻ്റെ വിത്ത് അല്ലെങ്കിൽ തൻ്റെ വിളവ് എടുക്കുന്നതിന് മുൻപ് ഈ കളയെ പിഴുതുമാറ്റുവാൻ ശ്രമിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പറയുന്നത് ഒരു കാരണം മറ്റൊന്നുമല്ല. ഒരുപക്ഷേ കള പിഴുത് മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ വിതച്ച നല്ല വിത്തിൽ നിന്ന് വളർന്നു വന്ന ആ ഗോതമ്പ് ചെടി നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ഞാൻ കള പറിക്കുമ്പോൾ കളയോട് ചേർന്ന് അറിയാതെ ഗോതമ്പ് ചെടികൾ പറിക്കപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യജമാനൻ, കർഷകൻ പറയുകയാണ്, ഇപ്പോൾ ആ കള പറിക്കുന്നത് പ്രായോഗികം അല്ല. നാം കള പറിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഏറിയ കളയുടെ കൂട്ടത്തിൽ നല്ലതും നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. പ്രിയ ദൈവജനമേ, നാം ചുറ്റുപാടും നോക്കി നാം ആദ്യം ചോദിച്ച ചോദ്യം ചോദിക്കുമ്പോൾ അതിനുത്തരം കർത്താവ് പറയുകയാണ്. ഈ ലോകത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവാനുസൃതം ജീവിക്കുന്ന വ്യക്തികൾ, ജീവിതങ്ങൾ ഉള്ളത് കൊണ്ടാണ് ലോകം അനുഗ്രഹീതമായി നിലനിൽക്കുക. അവർ ഉള്ളത് കൊണ്ടാണ് ദുഷ്ടന്മാർ അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ജീവിക്കാത്ത വ്യക്തികളും നിലനിൽക്കുന്നത്. കാരണം കളകൾ പറിക്കുമ്പോൾ
ചിലപ്പോൾ നല്ല ഗോതമ്പിനും അത് ബാധിക്കുവാൻ അല്ലെങ്കിൽ പറിക്കപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ തന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനത്തോട് കാണിക്കുന്നതായ സ്നേഹത്തിൻ്റെ, പരിധിയില്ലാത്ത കൃപയുടെ, കരുതലിൻ്റെ അനുഭവമാണ് മറ്റുള്ളവർ അല്ലെങ്കിൽ ഈ ലോകം അനുഭവിക്കുന്നത് എന്ന ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, ഇത് ശാശ്വതമായ ഒരു നിലയല്ല, മറിച്ച് ഒരു ദിനമുണ്ട്, അത് കൊയ്യുന്ന ദിനമാണ്, കൊയ്ത്ത് ദിവസമാണ്. ആ കൊയ്ത്ത് ദിവസം കറ്റ കൊയ്യുക തന്നെ ചെയ്യും. കറ്റ കൊയ്യുമ്പോൾ നല്ലതിനെയും കളയും വേർപിരിക്കുന്നതായ ഒരു സമയമുണ്ട്. നല്ലതും തീയതും തമ്മിൽ ദൈവം തമ്പുരാൻ വേർതിരിക്കുന്ന ഒരു സമയം ഉണ്ട് എന്ന് വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. ആ സമയത്ത് നല്ലതിനെ ഒരുമിച്ച് കൂട്ടുകയും തീയതിനെ കറ്റകളായി ഒരുമിച്ച് കെട്ടുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണ് ഇതിനെ കറ്റയായി ഒരുമിച്ച് കെട്ടുക എന്നത്? അതിനെ കാത്തിരിക്കുന്ന ഒരു വലിയ അഗ്നിയുടെ അനുഭവത്തിന് വേണ്ടിയാണ്. നാം എവിടെയാണോ ദൈവഹിതപ്രകാരം അല്ലാതെ ജീവിക്കുന്നത്, എവിടെയാണോ കളയ്ക്ക് തുല്യമായ ജീവിത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, യേശു തമ്പുരാൻ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ദിനം ഞാൻ കൊയ്യേണ്ടി വരും, ഒരു ദിനം ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും, ഒരു ദിനം എനിക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യ അഗ്നിയുടെ അനുഭവത്തിലേക്ക് ഞാൻ പോകേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായി ദൈവം തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തിരുത്തലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായേ മതിയാകൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഫലം പുറപ്പെടുവിക്കുന്ന, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായി നമ്മൾ രൂപാന്തരപ്പെട്ടേ മതിയാകൂ എന്ന് വളരെ വ്യക്തമായി ദൈവം തമ്പുരാൻ നമ്മെ ഓർപ്പിക്കുകയാണ്. നമുക്ക് സമയം നീട്ടി നൽകുന്നത്, നമ്മുടെ മുൻപിൽ സമയങ്ങൾ ഉണ്ടാകുന്നത്, ദൈവം ദാനമായി നൽകുന്നത്, ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നൽകുന്ന പുതിയ അവസരമാണ് എന്ന തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നവനാണ് പ്രയോജനകരമായി ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അതുകൊണ്ട് നമ്മുടെ മുൻപിൽ സമയം ശുഷ്കമാണ് എന്ന തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എവിടെല്ലാമാണോ ഞാൻ കളയ്ക്ക് സമമായി മാറിയിട്ടുള്ളത്, അവിടെ മാറി ദൈവത്തിന് അനുരൂപമായി ദൈവത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന നല്ല വിത്തായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. അപ്രകാരം ദൈവത്തിന് അനുരൂപമായ നല്ല വിത്തായി നാം രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ സ്ഥാനം ദൈവത്തിൻ്റെ കളപ്പുരയിലാണ് എന്ന് കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിത്യാഗ്നി എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നത് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നല്ലതാകിലും തീയതാകിലും അവൻ കാത്തുവയ്ക്കും, കൊയ്ത്തോളം വളരട്ടെ എന്ന ബോധ്യത്തോടു കൂടി. എന്നാൽ ഒരു കൊയ്ത്തിൻ്റെ ദിനമുണ്ട്. നാം കൊയ്ത്തിൻ്റെ ഭാഗമാകുമ്പോൾ കൊയ്യപ്പെടും. കൊയ്ത് കഴിയുമ്പോൾ നാം എവിടെ എന്നത് ഞാൻ പുറപ്പെടുവിക്കുന്ന ഫലം നിശ്ചയിക്കും. ഞാൻ ദൈവത്തിൻ്റെ കളപ്പുരയിൽ പോകണമോ, നിത്യ അഗ്നിയിലേക്ക് പോകണമോ? നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. കൊയ്ത്തോളം വളരട്ടെ. ആമീൻ.